ഈ ജാതകത്തിനുള്ള ഒരു കുഴപ്പം, സ്വന്തം കാര്യം നോക്കാൻ പഠിച്ചിട്ടില്ല. മറ്റുള്ളവർക്ക് വേണ്ടി തത്രപ്പെട്ട് നടക്കുന്ന ഒരു മനസ്സാണുള്ളത്. അത് നല്ലതല്ലെന്നാണ് സ്വാമി പറയുന്നത്. നല്ലതായിരുന്നു പണ്ട്, ഇപ്പൊ അങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് ചവിട്ടിക്കയറാൻ ഒരു ഏണി കിട്ടിയാല് എത്രയും വേഗം ചവിട്ടിക്കയറണം. പിന്നീട് അടുത്ത ഏണി കണ്ടെത്തണം. അല്ലാതെ പഴയ ഏണിയെ ഓർത്ത് അവസരങ്ങൾ പാഴാക്കരുത്. ഏണിയും കീണിയൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. പിന്നെ കാര്യം പറയണ്ടേ, ചേട്ടന് നല്ലൊരു കല്യാണ ആലോചന വന്നിട്ടുണ്ട്. ആ നടക്കുവോ, നടത്തണോ, അതോ നടത്തിയാൽ എങ്ങനെ ഇരിക്കും, അതാണ് അറിയേണ്ടത്. ഈ കണ്ടീഷനിൽ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒന്നുറപ്പാണ്, ഇതൊരു ബെസ്റ്റ് ജാതകം. എനിക്ക് അയാൾ പറഞ്ഞാലൊന്നും വലിയ വിശ്വാസം വരുന്നില്ല. മൗട്യം പോലും ചേട്ടന്റെ സമയത്ത് അയാളെ കവടിക്കാത്താണ്. ആദ്യം അയാളെ സമയം നോക്കട്ടെ. ഹലോ ഹലോ, ഒന്ന് എഴുന്നേറ്റ്. ഇതെന്തോ സത്രമാണോ? നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. മുണ്ടക്കയത്ത് നിന്ന് വരുവാ ഞാന്. ഇവിടെ എത്തിയപ്പോ നെടുമങ്ങാട്ടേക്കുള്ള ലാസ്റ്റ് ബസ്സും പോയി. തണുപ്പ് കാരണം കുറെ ശ്വാസമയും. ഒരു രാത്രി തണുപ്പില്ലാതെ ഒന്ന് കഴിയാനുള്ള അവസരം അകത്തെങ്ങാനും ഉണ്ടാക്കി തരണം. അതൊന്നും പറ്റില്ല. വല്ല ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ മറ്റോ പോയി കിടക്ക്. അങ്ങനെ പറയല്ലേ കുഞ്ഞുങ്ങളെ, എനിക്കിവിടെ എണീക്കാൻ വയ്യാത്തതുകൊണ്ടാ. ഞാനും ഒരു കുടുംബത്തിൽ പറഞ്ഞവനാ. അല്ല അമ്മാവൻ രാവിലെ എഴുന്നേറ്റ് പോയിക്കൊള്ളാമേ. ചേട്ടന് വേറെ പണിയൊന്നുമില്ലേ? അവസാനം വണ്ടിക്കൂലിക്കുള്ള കാശ് കൂടി കൊടുത്തേക്കേണ്ടി വരും. ഞാൻ പിച്ചക്കാരനൊന്നും അല്ല കുഞ്ഞുങ്ങളെ. എന്റെ കയ്യിൽ ധാരാളം പണമുണ്ട്. നോക്കിയാട്ടെ, വിശ്വാസം ഇല്ലെങ്കിൽ. അമ്മാവൻ കാശ് ഭദ്രയോടെ പിടിച്ചു വെച്ചു. ചേട്ടൻ ഇതിന്റെ വല്ല കാര്യമുണ്ടോ? പോട്ട് ഗണേശ, ഒരു പ്രായമായ മനുഷ്യനല്ലേ. ഇപ്പോഴത്തെ കാലം അതാണെന്ന്. ഇയാൾ വല്ല കള്ളനോ കൊള്ളക്കാരനോ സിക്ക് ബീഗനോ ആരാണെന്നൊക്കെ ആർക്കറിയാം. ഇയാളതൊന്നും അല്ലെന്ന്. ആള് പാവം കണ്ടറിയാം. പിന്നെ ഒരു സമാധാനം ഉള്ളത്, സദാനന്ദ മുതലാളി നാളെ ഉച്ച കഴിഞ്ഞാൽ വരും. നമുക്ക് അതിനു മുമ്പ് ഇയാൾ ഇറക്കി വിടാം. ഞാൻ ഇപ്പൊ സ്റ്റുഡിയോ റൂമിൽ പോയി കിടക്കാം. ഈ കിളവൻ വല്ലതും അടിച്ചോണ്ട് പോയാലോ? അലൈറ്റം കാണിച്ചാലേ. പിന്നെ ഉള്ള സ്ഥലത്തൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ യാത്ര പറയാനും മംഗളം പറയാനും നിൽക്കണ്ട, സ്ഥലം വിട്ടോളണം. ആഹാ, ഇതുവരെ പോയില്ലേ? മണി 8 എന്തോ നമ്മ ഒന്ന് എഴുന്നേറ്റേ. ചേട്ടാ ആ കിളവൻ ക്ലോസ് ആയി. ക്ലോസ് ആയെന്നോ? വെടിയായിന്ന് ഇരുന്നിരിപ്പി ചത്തിരിക്കുന്നു. നേരം വിളിച്ച് സ്റ്റുഡിയോയിൽ ആൾക്കാർ, നമ്മളിപ്പോ എന്ത് ചെയ്യും? ആള് മരിച്ചിരിക്കുക. കുഴഞ്ഞല്ലോ ഗണേശ. ഇയാൾ ആരാണെന്നോ ഏതാണെന്നോ നമുക്ക് അറിഞ്ഞൂടാ. എങ്ങാനും വല്ല പോലീസോ കേസോ മറ്റോ വന്നാൽ നമ്മൾ രണ്ടുപേരും കൊടുക്കും. ചേട്ടാ വന്നു. പോലീസല്ല, ഒരു ഈച്ച പോലും അറിയുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ചാക്കിനകത്തേറ്റി രാത്രി വാസുവിന്റെ കാർ വിളിച്ച് കടപ്പുറത്തുകൊണ്ടേ തട്ടാം. ചേട്ടാ ഫോട്ടോ എടുക്കാൻ ആൾക്കാർ വന്നു തുടങ്ങി. ചാക്കിന്നൂര് നമ്മളിപ്പോ ഉച്ചയ്ക്ക് 12 മണിയാകും വാസു വരും. അതുവരെ ഇവനെ എവിടെ കൊണ്ട് ഇരുത്തും? ജോത്സ്യർ അപ്പോഴാ പറഞ്ഞത് ആവശ്യമില്ലാത്ത ഇടപെടരുന്ന്. നമുക്ക് സ്റ്റുഡിയോ റൂമിൽ കൊണ്ടിരുത്താം. സ്റ്റുഡിയോക്കകത്തോ? ഈ ഡെഡ് ബോഡിയെ? ഡെഡ് ബോഡി ആയിട്ടല്ല, പിന്നെ നമുക്ക് ഇരുത്താം. വാ ഒന്ന് പിടി. ഒന്ന് വെയിറ്റ് ചെയ്യണേ, സ്റ്റുഡിയോ ഇപ്പൊ തുറന്നേ ഉള്ളൂ.
എത്രയായി? വേറെ എങ്ങും സ്റ്റുഡിയോ ഇല്ലാത്തതുപോലെ. ചേട്ടാ റെഡിയായോ? ഒരു പാസ്പോർട്ട് കേസ് വന്നിരിക്കുന്നു, അയക്കട്ടോ? ആ. സമയം എന്തായി? അമ്മാനോട് ചോദിച്ചേ സമയം എന്തായി? അമ്മാവന് ചെവിയും കേൾക്കില്ല, വർത്താനം പറഞ്ഞാൽ തിരികെയില്ല. രാവിലെ വന്ന് കയറിയതാ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട്. നോക്കെടുക്കാം. പാസ്പോർട്ടല്ലേ? Smile, please. എങ്ങനെയുണ്ട്? ഓ, എങ്ങനെങ്കിലും ഒന്ന് 12 മണിയായാൽ മതി. രക്ഷോട്ട് വാസു വരാൻ നേരിട്ടുണ്ട്, കൊണ്ടുവന്നു. ഏത് നേരത്താ എന്റെ പണ്ടറ കിളവാ എനിക്ക് ഇടക്കറി വരാൻ തോന്നിയത്. ഇരിപ്പാ കണ്ടില്ലേ സ്റ്റൈലായി. പറ്റുമെന്ന് രാവിലെ വന്നേക്കാം. മനുഷ്യർക്ക് വേറെയും പണി. മുടിഞ്ഞതല്ലേ, ഫോട്ടോ എടുത്ത് കൊടുത്തേ, ഞാൻ പോയി പറഞ്ഞയക്കാം. ചേട്ടാ സീറ്റ് വിളിക്കും. ക്യാബിനറ്റ് ഫുള്ളോ? എന്റെ ഭർത്താവ് ജബൽപൂരിലാ, അങ്ങോട്ട് അയച്ചു കൊടുക്കാനാ. ഭർത്താവിന് ഫുള്ളല്ലാതെ പിന്നെ അവിടെ മേക്കപ്പ് റൂം ഉണ്ട്, ടച്ചപ്പ് ചെയ്യാം. ഇതെന്തോന്ന് സ്റ്റുഡിയോ? പെണ്ണുങ്ങൾ മുണ്ടു മാറുന്നതും പൗഡർ ഇടുന്നത്, കിഴവന്മാരെ ഒളിച്ചിട്ട് നോക്കുന്നത് ഈ സ്റ്റുഡിയോയിൽ ആദ്യമായി കാണുന്നത്. അയ്യോ അതൊരു സുഖമില്ലാത്ത ആളാ. അതെ അതെ, അയാളെ നോട്ടം കണ്ടാൽ അറിയാം അയാൾക്ക് എന്തിന്റെ അസുഖാന്ന്. അയ്യോ ഇതേ മുതലാളി വരുന്നു. എന്താ അവിടെ? എന്താ പ്രശ്നം? എനിക്ക് നിങ്ങളുടെ ഫോട്ടോയും വേണ്ട, ഒരു ചുക്കും വേണ്ട. ഒരു നിമിഷം. അവനെന്താ ബഹളം ഉണ്ടായിക്കൊണ്ട് പോകുന്നത്? വയസ്സായ ഒരു അമ്മാവൻ രാവിലെ ഫോട്ടോ എടുക്കാൻ വന്നു. ആ ഞാൻ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അയാൾക്ക് സാറിന് എടുക്കണമെന്ന്. സാറിന്റെ ഒരു ആരാധനാണെന്ന്. അതിനിടയിൽ ആ സ്ത്രീയും ആ ആളും തമ്മിൽ സാറിന്റെ പേരും പറഞ്ഞ് വഴക്കായി. നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എന്നെ കൊണ്ട് തന്നെ ഫോട്ടോ എടുപ്പിക്കണമെന്ന് നിർബന്ധമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം. എന്നിട്ട് അമ്മാവനോടെ മുതലാളി വന്നെന്ന് പറഞ്ഞ് കസേരക്ക് ഇറങ്ങി ഇരിപ്പായി. അയാളുടെ തന്നെ ആദ്യം എടുക്കണമെന്ന് പറഞ്ഞു. എന്നാ പിടി 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 പിടി. ആരാധന കുഴപ്പമേ എന്തു ചെയ്യും? എനിക്കറിഞ്ഞൂടാ. ഹലോ നമസ്കാരം. ഞാൻ സ്വല്പം താമസിച്ചു പോയി. ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ അമ്മാവനെ. തല അത്രയും ചിരിക്കണ്ട, അത്രയും ഗൗരവമൊന്നും വേണ്ട, പ്രസന്നായിട്ടൊന്ന് ചിരിച്ചേ. ഞാനൊന്ന് നോക്കട്ടെ. ഒരു ലൈറ്റൊക്കെ ഇട്ട്, നല്ല ജർമ്മൻ മേക്ക് ലൈറ്റൊക്കെ ഇട്ട് ഹലുവ പോലെ എടുത്തു തരാം. ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിച്ചേ. ഏ 71 തുടങ്ങിയാണ് ഞാൻ ഈ സ്റ്റുഡിയോ, അറിയാവോ? എടോ പണിക്കരെ, തനിക്കറിയാവല്ലോ എനിക്കൊരേ ഒരു മോളും ആവശ്യത്തിലേറെ ചുറ്റുപാടുമാ. അതെല്ലാം നോക്കിയും കണ്ടും നടത്താൻ പറ്റിയ ഒരു പയ്യനെയാ എനിക്ക് ആവശ്യം. പണമൊന്നും എനിക്ക് പ്രശ്നമല്ല. അതുകൊണ്ടാ ഞാൻ കൃഷ്ണൻകുട്ടിയെ തന്നെ പറയുന്നത്. കൃഷ്ണൻകുട്ടിയെ കുട്ടിക്കാലം തൊട്ട് എനിക്ക് അറിയാവുന്നത് കൊണ്ടോ, ഞാൻ ഈ ബന്ധത്തിന്റെ ദല്ലാളായത് കൊണ്ടോ പറയുകയല്ല. ഇത്രയും തങ്കപ്പെട്ടൊരു പയ്യനെ ഇക്കാലത്ത് കിട്ടില്ല. വളരെ ലളിതമായിട്ട് തുടങ്ങിയ ഒരു സ്റ്റുഡിയോയാ. ഇപ്പോ അവന്റെ സ്ഥിതി എന്താണെന്നറിയാവോ?
ഇല്ലേ ഇവിടെ? ഇല്ല. എവിടെ കാണും? മണി 10 ആയില്ലേ, പതിവ് പോലെ കോടതി കാണും. പണിക്കരെ, ഈ കോടതി കാണുമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തുവാ? ബിസിനസ്സുകാരാകുമ്പോ എത്ര കേസാ? കൈ കാശുള്ളവനല്ലേ കേസുണ്ടാവൂ. സാഹചര്യ തെളിവുകൾ കൊണ്ടും ഡോക്ടറുടെ മൊഴി കൊണ്ടും ഇതൊരു സാധാരണ മരണമാണെന്നും മരണം ഹൃദയാഘാതം കൊണ്ട് തന്നെയാണെന്നും ഈ കോടതിയിൽ സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നതിനാൽ പ്രതി കുറ്റക്കാരനല്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. പ്രതിയെ നിരുപാധികം വിട്ടയക്കാൻ ഈ കോടതി ഉത്തരവായിരിക്കുന്നു. അവൻ നന്നാകത്തില്ലടി. ഒരു കാര്യവുമില്ലാതെ വെറുതെ റോഡിൽ കിടന്ന ആ കിളവനെ ഇവനല്ലേ പിടിച്ച് സ്റ്റുഡിയോയ്ക്ക് അകത്ത് കയറ്റിയത്? പരോപകാരി ശ്രീബുദ്ധനല്ലേ? ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? കോട്ടയം ബസ് സ്റ്റാൻഡിനടുത്തുള്ള കട മുഴുവൻ കൃഷ്ണൻകുട്ടി ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത്. ഈ പോലീസ് കേസും കോടതിയും ഒക്കെ ആയ പിന്നെ ആര് പെണ്ണു കൊടുക്കാനാ? പോടൂ, അവന് പെണ്ണും വേണ്ട, ഒരു പുല്ലും വേണ്ട. ഇതാരെ ഇരിക്കണം? ഈ കേസ് കഴിഞ്ഞു അറിഞ്ഞു. അടുത്ത കേസുകൾ വകയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ? അടുത്ത കേസ് നമ്മൾ തമ്മിലാ. നമ്മൾ തമ്മിൽ എന്തോന്ന് കേസ്? ധാരണ ഉണ്ടെങ്കിലല്ലേ കേസുള്ളൂ. താനൊരു മനുഷ്യനാണോ? അതെ. ഞങ്ങൾക്കൊരു അപകടം വന്നപ്പോ താൻ ഞങ്ങളെ തള്ളി പറഞ്ഞില്ലേ? പോലീസ് ചോദിച്ചപ്പോ ഞങ്ങൾ സ്റ്റുഡിയോ വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു, ഇനിയും പറയും. 71 തുടങ്ങിയതാ ഞാൻ ഫ്ലാഷ് സ്റ്റുഡിയോ. അതിന്റെ അന്തസ്സിന് വേണ്ടിയിട്ട് ഞാൻ ആരെയും താൻ കൈയൊഴിഞ്ഞു. ഇനി സഹകരിക്കാൻ ഞാൻ തയ്യാറല്ല. സഹകരിപ്പിക്കാൻ ഞാനും തയ്യാറല്ല. എന്നെ കാശറോ? ഏത് കാശ്? ബിസിനസ്സിൽ പാർട്ണറാക്കാന്നും പറഞ്ഞ താനെന്റെ 15,000 രൂപ എനിക്ക് ഇപ്പൊ കിട്ടണം. ആര് വാങ്ങിച്ചു? എപ്പോ വാങ്ങിച്ചു? എവിടെ വെച്ച് വാങ്ങിച്ചു? രേഖയുണ്ടോ? ഒരു ഐസ്ക്രീം കഴിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ എനിക്ക് എന്റെ പൈസ ഇപ്പൊ കിട്ടണം. അടുത്ത ക്രിമിനൽ കേസ് ഉണ്ടാക്കാതെ പോടാ. ഞാനിതുപോലെ കണ്ടതാ. എന്റെ സ്റ്റുഡിയോ കയറി പണി പിടിച്ചും പോരാ, ഞാൻ ഇപ്പൊ കാശ് അങ്ങോട്ട് തരണോ? നിനക്ക് ഏതായാലും കോടതി ശീലമായി. നീ പോയി കേസ് കൊടുക്ക്, നമുക്ക് കോടതി വെച്ച് കാണാം. ഡെഡ് ബോഡി സ്റ്റുഡിയോ കയറി നീയാ? ആ കളവന്റെ വീട്ടുകാർക്ക് ഞാൻ അത്ര കാശ് കൊടുക്കും അറിയാമോ നിനക്ക്? എന്നാ അവിടുത്തെ ഒരു ക്യാമറ ഞാൻ കൊണ്ടുപോകും. ആഹാ, താൻ കൊണ്ടുപോകും അല്ലേ? കൊണ്ടുപോകുന്നല്ല, കൊണ്ടുപോയി. ഞാൻ കേസ് കൊടുക്കും. താൻ കേസ് കൊടുക്കും. താൻ ആ ക്യാമറ ആരെ പറ്റിച്ചാണെന്ന് എനിക്കറിയാം. കേസ് കൊടുത്താൽ ആദ്യം താൻ കൊടുക്കും. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പ്രിയമുള്ളവരെ, നമ്മുടെ നാടിന്റെ അഭിമാനം ക്ലിക്ക് സ്റ്റുഡിയോ ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ക്ലിക്ക് സ്റ്റുഡിയോ. നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ ബാബു ജോസഫ് ഇന്ന് വൈകിട്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നു. ക്ലിക്ക് സ്റ്റുഡിയോ. ക്ലിക്കിലേക്ക് വരൂ, സുന്ദരന്മാരാകൂ, സുന്ദരികളാകൂ. ഈ സുവർണാവസരം പാഴാക്കാതിരിക്കുക. ക്ലിക്ക് സ്റ്റുഡിയോ, ക്ലിക്ക് സ്റ്റുഡിയോ. ക്ലിക്ക് സ്റ്റുഡിയോ. കൃഷ്ണൻകുട്ടി മുതലാളി പറഞ്ഞു. കൃഷ്ണൻകുട്ടി മുതലാളിയോ? അവൻ എന്ന് മുതലാടാ മുതലാളിയായത്? അതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് കാശ് തരുന്ന ഏത് നാറിയെയും ഞാൻ മുതലാളി എന്ന് വിളിക്കും. മുതലാളി പറഞ്ഞു, ഒത്താൻ നിങ്ങൾ അവിടെ വരണമെന്നും ഒരു പ്രസംഗം ചെയ്യണമെന്നും. ഒത്താലല്ല, ഒക്കും. നിർബന്ധമായി ഞാൻ അവിടെ വരും, പ്രസംഗവും ചെയ്യും. എന്റെ മുതലാളിയോട് എന്ന് പറഞ്ഞേരേ. നിങ്ങളവിടെ പോയി പ്രസംഗിച്ചാൽ നിങ്ങളുടെ വില പോവില്ലുള്ളൂ. എന്റെ വില കൂടും. പ്രസംഗിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, എന്ത് പ്രസംഗിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സദാനന്ദന കുമാരുടെ കയ്യിലൊന്നും ഒതുങ്ങത്തില്ലടോ. ഞാനവിടെ പോകും, അവന്റെ ചെലവിൽ അവന്റെ മൈക്കിലൂടെ എന്റെ ഫ്ലാഷ് സ്റ്റുഡിയോയെ കുറിച്ച് പ്രസംഗിക്കും. വാതുവരാതെ പ്രസംഗിക്കും. ക്ലിക്ക് ക്ലിക്ക് ക്ലിക്ക്. അവിടെ നിൽക്കുന്നവരാരും
ഇലക്ട്രിക് പോസ്റ്റിൽ പിടിക്കരുത്, സൂക്ഷിക്കണം. സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഞാനൊരു പോലീസുകാരനാണ്. പ്രസംഗിച്ച് നല്ല വശമൊന്നുമില്ല. എന്നാൽ കൃഷ്ണൻകുട്ടി എനിക്ക് നന്നായി അറിയാം. ആ ചെറുപ്പക്കാരന്റെ കഠിനമായ പ്രയത്നത്തിന്റെ ഫലമാണ് ഈ സ്റ്റുഡിയോ. നിങ്ങൾ എല്ലാവരും സഹകരിക്കണം, സഹായിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഞാൻ ഈ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഒരു പ്രത്യേക അറിയിപ്പ്, എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്നിവിടെ എടുക്കുന്ന എല്ലാ ഫോട്ടോകൾക്കും എൻലാർജ്മെന്റ് സൗജന്യമായിരിക്കും. അടുത്തതായി ആശംസാ പ്രസംഗത്തിന് വേണ്ടി ഞാൻ ശ്രീ സദാനന്ദനെ ഫ്ലാഷ് സ്റ്റുഡിയോ സദാനന്ദനെ ക്ഷണിച്ചോളുന്നു. സുഹൃത്തുക്കളെ, ഇത് ഒരു സ്റ്റുഡിയോയേ അല്ല, ഇത് എന്റെ വീടാണ്. കാരണം ഞാനും കൃഷ്ണൻകുട്ടിയും ഗണേശനും ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ്. 1971 ഞാൻ തുടങ്ങിയതാണ് ഫ്ലാഷ് സ്റ്റുഡിയോ. അത് ഫ്ലാഷ് ആണെങ്കിൽ ഇത് ക്ലിക്ക്, വെറും ഒരു ക്ലിക്ക്. കണ്ടോ ചേട്ടാ, അയാൾ ചേട്ടൻ വെച്ച് സംസാരിക്കുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞാളെ വിളിക്കണ്ടെന്ന്. കൃഷ്ണൻകുട്ടിക്കുണ്ടാകുന്ന എല്ലാ വളർച്ചയും തകർച്ചയുണ്ടായാൽ ആ തകർച്ചയും എനിക്ക് അവകാശപ്പെട്ടതാണ്. വെച്ചാൽ ഫ്ലാഷ് സ്റ്റുഡിയോയുടെ ഒരു ചെറിയ ബ്രാഞ്ച് മാത്രമാണ് ഈ ക്ലിക്ക് സ്റ്റുഡിയോ എന്ന് ഞാൻ എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു. എല്ലാവരും ഒന്ന് കൈയടിച്ച്. എന്റെ ഈ സഹോദര സ്ഥാപനത്തിന് എന്റെ പേരിലും ഫ്ലാഷിന്റെ പേരിലും ഞാൻ എല്ലാ നന്മകളും നേരുകയാണ്. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിച്ചുകൊള്ളുന്നു. നമസ്കാരം. കൃഷ്ണൻകുട്ടി, വെറുതെ ആൾക്കാരെ കൊണ്ട് തിരക്കുണ്ടായിക്കാതെ പെട്ടെന്ന് ഫോട്ടോ എടുത്തു. ഞാൻ ഇറങ്ങട്ടെ. ഒരു ചായ കുടിച്ചിട്ട് പോകാം. വേണ്ട, താങ്ക്സ്. ഒന്ന് എന്തിനാ തെള്ളുന്ന എങ്ങനെ? ആരും ബഹളമൊന്നും ഉണ്ടാക്കണ്ട, എല്ലാവരുടെയും ഫോട്ടോ എടുക്കാം. എന്താ ക്യാമറ ലെൻസ് കാണാനില്ല? ക്യാമറ ലെൻസ് കാണാനില്ലേ? കാണുന്നില്ല. എവിടെ പോയെന്ന്? പെട്ടെന്നാവട്ടെ, ആൾക്കാരെ തിരക്ക് കൂടും. ലെൻസ് എവിടെ പോയെന്നാ നീ പറഞ്ഞേ? ഞാൻ അപ്പോഴേ പറഞ്ഞ പാക്കനെ വിളിച്ച് ഞാൻ തൂപ്പിക്കരുന്നു. അവ ഏടാണോ നമുക്കിട്ട് വെച്ചിരിക്കുക. ചേട്ടാ, നമ്മളിപ്പോ എന്തോ ചെയ്യും? നമ്മൾ ഫോട്ടോ എടുക്കും. എന്താ കൃഷ്ണൻകുട്ടി? ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ്. പറയൂ. ആദ്യത്തെ ഫോട്ടോ ഈ മുഖത്തുനിന്ന് തന്നെ തുടങ്ങണം. അല്ല, എന്റെ മുഖത്തൊന്നും തുടങ്ങിയൊന്നും മോശമായിട്ടില്ല. ആ ഐശ്വര്യമാണ് ഞങ്ങൾക്ക് ഇപ്പൊ ആവശ്യം. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഭഗവാനെ രക്ഷിക്കണേ. സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണല്ലോ കൃഷ്ണൻകുട്ടി. ഉള്ള സൗകര്യത്തിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം സാർ. കൃഷ്ണൻകുട്ടി ആകെ അങ്ങ് വേർതിരിക്കുന്നല്ലോ. ഇരിക്കണം സാർ. ഇരിക്കാം. എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, നാളെ തന്നെ ഫോട്ടോ തരണം. നാളെ ആക്കണ്ട, ഇന്ന് തന്നെ തന്നേക്കാം. ആ തല അല്പം ഒന്ന് ചരിച്ചു വെക്കണം. തലക്കനം കൂടിയതിന്റെ കുഴപ്പം അങ്ങനല്ല, അല്പം കൂടെ. ഞങ്ങളുടെ ജീവിതം തൊലച്ചില്ലടാ മഹാരാജി. ശബ്ദിച്ചു വരുത് കൊന്നോളെ ഞാൻ പറഞ്ഞേക്കാം. നാറി വെളിയില്. അല്ല, സാറിപ്പോ എത്തിയുള്ളോ? ഇരിക്കണം. അല്ല, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഹലോ. അയ്യോ, ധൃതി വയ്ക്കല്ലേ, ഇപ്പൊ എടുക്കാം. ഒരു മിനിറ്റ്. അയ്യോ തോന്നല്ലേ, ഞങ്ങളൊക്കെ പാങ്ങളാണ്. ഒരു നാരങ്ങ വെച്ചോട്ടെ, ഒരു നാരങ്ങ. ഹലോ, വന്നട്ടെ. എന്താ ചേട്ടാ ഉദ്ദേശം? ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, എങ്ങനെങ്കിലും ജീവിക്കുക. നേരം വെളുത്ത ആൾക്കാർ ഫോട്ടോയ്ക്ക് വരുമ്പോ നമ്മൾ എന്തോ പറയും? നേരം വെളുക്കട്ടെ, ആൾക്കാർ വരട്ടെ, അപ്പൊ സമാധാനം ഉണ്ടാവും. ഗണേശ,
ഞാനോ നീയോ ഇന്നുവരെ ആരെയും ദ്രോഹിച്ചിട്ടില്ല. നമ്മുടെ നന്മയാണ് ബാക്കി എല്ലാരും മുതലെടുത്തത്. ഇനി ആ നന്മ വേണ്ടെന്ന് വെച്ചാ പോരെ. കക്കാനും പറ്റും ഗണേശ, നീക്കാൻ പിടിച്ചാ മതി. നീ ഈ കാശ് പിടി. 500 രൂപയുണ്ട്. എവിടെങ്കിലും പോയി മുങ്ങിക്കോ. എവിടെ മുങ്ങാൻ? ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും മുങ്ങാം. അപ്പൊ ചേട്ടനോ? ഞാനും മുങ്ങും. എന്നിട്ട് നമ്മൾ വീണ്ടും പൊങ്ങും. അപ്പോൾ കണ്ടുമുട്ടാ. അതൊക്കെ ശരിയേട്ടാ. രാവിലെ ഫോട്ടോയ്ക്ക് ആൾക്കാർ വരുമ്പം എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ബുദ്ധിമാനായ സദാനന്ദൻ തന്നെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ഇന്ന് തന്നെ നിർത്തേണ്ടി വന്നതിൽ ഖേദമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും ശ്രീ സദാനന്ദൻ പറഞ്ഞതുപോലെ ഇതിന്റെ മാതൃസ്ഥാപനമായ ഫ്ലാഷ് സ്റ്റുഡിയോയുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ തീർക്കേണ്ടതാണ്.